KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കഞ്ചാവുമായി എത്തിയ തിരുവനന്തപുരം സ്വദേശിയെ എക്സൈസ് സംഘം പിടികൂടി. കുമ്പള റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും പിടികൂടിയ പ്രതിയിൽ നിന്നും 19 കിലോ കഞ്ചാവ് പൊതികൾ പിടിച്ചെടുത്തു. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നു. പകർച്ചവ്യാധി ഭീഷണിയിൽ മഞ്ചേശ്വരം തുമിനാട് കോളനി നിവാസികൾ. നുള്ളിപ്പാടി ഗവൺമെന്റ് UP സ്കൂൾ 100ന്റെ നിറവിൽ. വാർഷികത്തിന്റെ ഭാഗമായി വിദ്യാലയ വികസന സെമിനാർ സംഘടിപ്പിച്ചു. തങ്ങളുപ്പാപ്പ ഉറൂസിന് ഫെബ്രുവരി 8-ന് തുടക്കമാകും. നെല്ലിക്കുന്ന് മുഹൈദ്ദീൻ ജമാഅത്ത് പള്ളിയിൽ നടക്കുന്ന ചടങ്ങിൽ 10,000 പങ്കെടുക്കും. കാഞ്ഞങ്ങാട് ബീവറേജ് കോർപ്പറേഷൻ മദ്യവിൽപ്പനശാല പടന്നക്കാട്ടേക്ക് മാറ്റുന്നതിനെതിരെ പ്രതിഷേധം രൂക്ഷമാകുന്നു. ദൂരപരിധി ലംഘിച്ചെന്ന് നാട്ടുകാർ. കാലവർഷവും തുലാമഴയും ചതിച്ചു. ചെറുവത്തൂരിലും കയ്യൂർ ചീമേനിയിലും നെൽകൃഷി വ്യാപകമായി നശിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ആന്ധ്രയിൽ നിന്നും എത്തിച്ച കഞ്ചാവുമായി തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിയെ കുമ്പളയിൽ എക്സൈസ് സംഘം പിടികൂടി. പ്രതിയിൽ നിന്നും 19 കിലോ വരുന്ന കഞ്ചാവ് പൊതികൾ എക്സൈസ് പിടിച്ചെടുത്തു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി M രതീഷിനെയാണ് കുമ്പള റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും എക്സൈസ് സംഘം പിടികൂടിയത്. രതീഷിന്റെ പക്കൽ നിന്നും 19 കിലോയോളം വരുന്ന കഞ്ചാവ് പൊതികൾ എക്സൈസ് സംഘം പിടിച്ചെടുത്തു. ആന്ധ്രയിൽ നിന്നും ട്രെയിൻ മാർഗം എത്തിച്ച കഞ്ചാവുമായി കുമ്പള ടൗണിലേക്കുള്ള യാത്രാമധ്യയാണ് രതീഷിനെ അറസ്റ്റ് ചെയ്തത്. പിടിച്ചെടുത്ത കഞ്ചാവിന് വിപണിയിൽ 2 ലക്ഷത്തിലേറെ വിലമതിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. എല്ലാ മാസത്തിലും ഇത്തരത്തിൽ കഞ്ചാവ് പൊതികൾ കുമ്പള പ്രദേശത്ത് എത്തിക്കാറുണ്ടെന്ന് പ്രതി മൊഴി നൽകിയതായാണ് വിവരം. എക്സൈസ് ഇൻസ്പെക്ടർ PJ റോബിൻ ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ പിടികൂടിയത്. സംഘത്തിൽ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ MB ബാബുരാജ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ P ശശി, M രാജീവൻ, MV സജിത്ത്, K നൌഷാദ്, മൈക്കിൾ ജോസഫ് തുടങ്ങിയവരുമുണ്ടായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സാംക്രമിക രോഗഭീഷണിയിൽ മഞ്ചേശ്വരം തുമിനാട് കോളനി. കുമിഞ്ഞുകൂടിയ മാലിന്യമാണ് പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡ് തുമിനാട് കോളനിയാണ് മാലിന്യ ഭീഷണി നേരിടുന്നത്. പ്രദേശത്ത് താമസിക്കുന്ന 100ഓളം കുടുംബങ്ങൾക്ക് ഇതിനോടകം തന്നെ പലതരത്തിലുള്ള സാംക്രമിക രോഗങ്ങളും പിടിപെട്ടു കഴിഞ്ഞു. ദുർഗന്ധം വമിച്ച് പ്രദേശത്തേക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. പ്രദേശവാസികൾക്ക് ആശ്വാസമായ പൊതുകിണറിനടുത്താണ് ഓവുചാൽ നിർമ്മിച്ചിട്ടുള്ളത്. തുറസായ ഓവുചാൽ കൊതുകുകളുടെ വാസസ്ഥലമായി മാറിയിരിക്കുകയാണ്. തൽഫലമായി പലതരത്തിലുള്ള രോഗങ്ങൾക്കും ഇത് കാരണമാകുന്നു. ഇത്തരമൊരവസ്ഥയിൽ അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ അഭിപ്രായം. വീണ്ടും രാത്രിയും പകലിന്നില്ല ഇവിടെ കൊണ്ട് കച്ചറ ഇരുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ ഷെഡിനെ മോട്ടർ ഇടാൻ പോകാൻ പറ്റാത്ത രീതിയിലുണ്ട്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കമ്പാസ് അടക്കം കൊണ്ടുവന്ന് അവിടെ എറിയുന്നില്ലത്. അപ്പം ഈ നമ്മളെ വാർഡ് മെമ്പറോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം വാർഡ് മെമ്പർ പറയുന്നത് എന്താ പറഞ്ഞാൽ അത് പഞ്ചായത്താണ് ഇത് അത് നോക്കേണ്ടത്, അത് ഞങ്ങൾക്ക് അതിന് ടച്ചില്ല. ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് തിരുവനന്തപുരത്തൊക്കെ വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ ഈ തിരുവനന്തപുരത്തിന് റിപ്പോർട്ട് എന്താ കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങളെ പഞ്ചായത്താണ് അതിന് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഇപ്പം ഞാൻ പഞ്ചായത്തിനോട് ചോദിക്കുമ്പോൾ ഒരു പറയുന്നത് അങ്ങനത്തെ ഒരു നിയമം നമ്മളിലില്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒന്നും അറിയൂല എന്നില്ല പറഞ്ഞോളില്ല. ഇപ്പോൾ വാർഡ് മെമ്പറിൽ ഞങ്ങൾ ഗ്രാമസഭയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതിനെ പറ്റി സംസാരിച്ചിട്ടാകുമ്പോൾ അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇത് ഞങ്ങളെ ഇതിൽ അപ്പോൾ പഞ്ചായത്ത് ഉണ്ടാകുന്നത് ജനങ്ങൾക്ക് അതിന് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കാനാണ്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു സൗകര്യം ഏതൊന്നുമില്ല. ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നും കോളനി നിവാസികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. നുള്ളിപ്പാടി ഗവൺമെന്റ് UP സ്കൂളിൽ 100ാം വാർഷികവും വിദ്യാലയ വികസന സെമിനാറും സംഘടിപ്പിച്ചു. പരിപാടി നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. പരിപാടി ബി ഫാത്തിമ ഇബ്രാഹിമിന്റെ അധ്യക്ഷതയിൽ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. 100 വയസ്സ് പൂർത്തിയാകുന്നു എന്ന് അറിയുമ്പോൾ അതിൽ സന്തോഷിക്കാത്ത ആളുകൾ ഈ നഗരപ്രദേശത്ത് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ സ്കൂളിൽ ആദ്യമായി എൻ്റെ സന്ദർശനം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പലപ്പോഴും സ്ഥാനാർത്ഥി എല്ലായിടങ്ങളിലും പ്രവർത്തിക്കുന്ന ബൂത്തുകൾ സന്ദർശിക്കും. ഈ സ്കൂളിലും എല്ലാ തെരഞ്ഞെടുപ്പിലും ഈ സ്കൂളിൽ ബൂത്തുകൾ പ്രവർത്തിക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ സ്കൂളിൽ ആദ്യമായി സന്ദർശിച്ചത്. ബൂത്ത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ബൂത്ത് സന്ദർശന വേളയിലാണ് ഈ സ്കൂളിലേക്ക് ഞാൻ ആദ്യമായി കടന്നു വരുന്നത്. നുള്ളിപ്പാടി ഗവൺമെന്റ് UP സ്കൂൾ ഹെഡ് മിസ്ട്രസ് Y ശ്രീലത സെമിനാർ അവതരണം നടത്തി. പൂർവ്വ വിദ്യാർത്ഥി ശങ്കർ നായിക് സെഞ്ചുറി ഉദ്ഘാടനം ചെയ്തു.
പരിപാടിയിൽ അഡ്വക്കേറ്റ് ശ്രീകാന്ത്, കൃഷ്ണദാസ് പാലേരി, ശ്രീദേവി, കുഞ്ഞികൃഷ്ണ, കൃഷ്ണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. മുഹമ്മദ് ഹനീഫ് വലിയുല്ലാഹി തങ്ങൾ ഉപ്പാപ്പയുടെ ഓർമ്മയ്ക്കായി നെല്ലിക്കുന്ന് മുഹൈദ്ദീൻ ജമാഅത്ത് പള്ളിയിൽ തങ്ങൾ ഉപ്പാപ്പ ഉറൂസ് നടക്കും. ഫെബ്രുവരി 8-ന് ആരംഭിക്കുന്ന മതപ്രസംഗ പരമ്പര സംയുക്ത ഖാസി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മുഹമ്മദ് ഹനീഫ് വലിയുല്ലാഹി തങ്ങൾ ഉപ്പാപ്പയുടെ ഓർമ്മയ്ക്കായി 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന തങ്ങൾ ഉപ്പാപ്പ ഉറൂസിനാണ് ഫെബ്രുവരി 8-ന് തുടക്കമാകുന്നത്. നെല്ലിക്കുന്ന് മുഹയുദ്ദീൻ ജുമാഅത്ത് പള്ളിയിൽ നടക്കുന്ന ചടങ്ങിൽ ഉറൂസ് കമ്മിറ്റി പ്രസിഡന്റ് ഹാജി BM കുഞ്ഞാമു പതാക ഉയർത്തും. തുടർന്ന് രാത്രി 9 മണിക്ക് സംയുക്ത ഖാസി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ മതപ്രസംഗ പരമ്പര ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ ഉറൂസ് കമ്മിറ്റി പ്രസിഡന്റ് ഹാജി BM കുഞ്ഞാമു പതാക ഉയർത്തുന്നതോടെ ഉറൂസ് സമാരംഭിക്കും. രാത്രി 9 മണിക്ക് കാസർഗോഡ് സംയുക്ത ഖാസി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ 14 ദിവസത്തെ മതപ്രസംഗ പരമ്പര ഉദ്ഘാടനം ചെയ്യും. മൊയ്തീൻ ജുമാ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് ഹാജി പൂന അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിക്കും. 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസിൽ 10,000 പങ്കെടുക്കും. കേരളത്തിലെയും കർണാടകയിലെയും പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഹാജി BM കുഞ്ഞാമു, NA നെല്ലിക്കുന്ന് MLA, NA ഹമീദ്, കുഞ്ഞാമു കട്ടപ്പാണി, അബ്ദു തൈവളപ്പ്, NA അബ്ദുൽ ഖാദർ, അനീഫ് നെല്ലിക്കുന്ന്, ഷാഫിയെ നെല്ലിക്കുന്ന്, ഹാജി പൂണ അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ബീവറേജ് ഔട്ട്ലെറ്റ് പടന്നക്കാട്ടെ റെയിൽവേ ട്രാക്കിനരികിലേക്ക് മാറ്റാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. ദൂരപരിധി ലംഘിച്ചെന്നും പ്രദേശവാസികൾ. കാഞ്ഞങ്ങാട് പുതിയകോട്ടയിൽ പ്രവർത്തിക്കുന്ന ബീവറേജ് ഔട്ട്ലെറ്റ് പടന്നക്കാട് മേൽപ്പാലത്തിന് സമീപത്തെ സ്വകാര്യ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. 5 ദിവസമായി നാട്ടുകാർ സമരരംഗത്താണ്. വീട്ടമ്മമാരടക്കം 100 കണക്കിന് ആളുകളാണ് സമരരംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ദേശീയപാതയിൽ നിന്നും 500 മീറ്റർ ദൂരപരിധി ഉണ്ടായിരിക്കണമെന്ന കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് റോഡിൽ നിന്നും 475 മീറ്റർ അകലെയുള്ള കെട്ടിടത്തിലേക്ക് ബീവറേജ് ഔട്ട്ലെറ്റ് മാറ്റുന്നത്. ഈ പ്രദേശത്തിൽ അമ്മമാർക്ക് സൗജന്യമായി വീട്ടിൽ കിടന്നുറങ്ങാൻ സാധിക്കാത്ത സാഹചര്യം വേണോ, അത് ഈ സമാധാനമായി അന്തരീക്ഷം നിലനിൽക്കണോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ വളരെ പ്രാധാന്യം വഹിക്കുന്ന ഒരു ചോദ്യം. ഇവിടെ കാഞ്ഞങ്ങാട് നിന്നുള്ള ഔട്ട്ലെറ്റ് ഇങ്ങോട്ട് മാറ്റി സ്ഥാപിക്കാനുള്ള സമീപനമാണ് അധികൃത ഭാഗത്തുണ്ടായിട്ടുള്ളത്. ശരിക്കും ചട്ടവിരുദ്ധങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഈ ഔട്ട്ലെറ്റ് ഇങ്ങോട്ട് സ്ഥാപിക്കാൻ അധികൃതർ ശ്രമിക്കുന്നത് ഒരു വസ്തുതയാണ്. നമുക്കറിയാം, പുതിയ നിയമം വരാൻ പോകുന്ന നിയമമാണെങ്കിലും ഹൈവേയിൽ നിന്നും 500 മീറ്റർ ഉള്ളിൽ ബീവറേജ് ഔട്ട്ലെറ്റ് സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമം ഇവിടെ നിലനിൽക്കുന്നു. സമീപ പ്രദേശത്ത് തന്നെ 3 ആരാധനാലയങ്ങൾ, 2 വിദ്യാലയങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ഈ പ്രദേശത്ത് ഒരുപാട് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, KSEB, അതുപോലെ തന്നെ വനിതാ സൊസൈറ്റി തുടങ്ങിയ ജനസാന്ദ്രതയുടെ ഈ പ്രദേശത്ത് ഈ ഒരു ഔട്ട്ലെറ്റ് വന്നാൽ ഈ പ്രദേശത്തിൻ്റെ സമാധാനം തകർക്കും എന്നുള്ള യാതൊരു സംശയവുമില്ല. റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക് ഔട്ട്ലെറ്റ് എത്തിക്കുന്നത് അപകടങ്ങൾക്കിടയാക്കുമെന്നും നാട്ടുകാർ പറയുന്നു. വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ശനിയാഴ്ചയും പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. പ്രതിഷേധ യോഗത്തിൽ സമരസമിതി ചെയർമാൻ സത്യൻ പടന്നക്കാട് അധ്യക്ഷനായി. ഫാദർ ഷിൻഡോ ആലപ്പാട്ട്, അബ്ദുൾ റസാഖ് തായലക്കണ്ടി, MM നാരായണൻ, സുമതി, ഷൈജ, NPA റഹ്മാൻ, TV കുമാരൻ, PV ഗോപാലൻ, ബിൽട്ടക് അബ്ദുള്ള, ഫാദർ PK എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. കാലവർഷവും തുലാമഴയും ചതിച്ചു. ചെറുവത്തൂരിലെ കൊടക്കവയലിലും കയ്യൂർ ചീമേനയിലെ തിമിരി വയലിലും നെൽകൃഷി നാശത്തിന്റെ വക്കിൽ. കാലവർഷത്തെയും തുലാമഴയെയും ആശ്രയിച്ചു കഴിയുന്ന കർഷകരാണ് ഈ വർഷം വലഞ്ഞത്. 3 വിളവെടുത്തിരുന്ന ചെറുവത്തൂർ പഞ്ചായത്തിലെ കൊടക്കവയലിലും കയ്യൂർ ചിമേനി പഞ്ചായത്തിലെ തിമിരി വയലിലും നെൽകൃഷി ചെയ്ത കർഷകർ ഇപ്പോൾ ദുരിതത്തിലാണ്. ഒരു കാലത്ത് നാടിൻ്റെ നെല്ലറിയായിരുന്ന ഈ വയലുകളിലെ നെൽകൃഷി നാശത്തിൻ്റെ വക്കിലാണ്. ആവശ്യത്തിന് വെള്ളം ലഭിക്കാതെ വന്നതോടെ കതിരുകൾ കരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. തൊഴിലാളികളുടെ ലഭ്യതക്കുറവും സാമ്പത്തിക നഷ്ടവും മൂലം നെൽകൃഷി അന്യമായി കൊണ്ടിരിക്കുകയാണ് വീണ്ടും കർഷകർക്കുള്ള ഈ പ്രഹരം. പാരമ്പര്യ കർഷകരും സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നവരുമാണ് ഇപ്പോൾ നെൽകൃഷി ചെയ്യുന്നത്. മഴ കുറവായതിനാൽ വീട്ടുപറമ്പിൽ നിലമൊരുക്കി മോട്ടോർ ഉപയോഗിച്ച് വെള്ളം നനച്ചാണ് പലരും ഞാറ്റടി ഉണ്ടാക്കിയത്. കൊടക്കവയലിന് തൊട്ടടുത്തുള്ള കൽനടത്തോട്ടിൽ നിന്നും കൃഷിക്കാവശ്യമായ വെള്ളം ലഭിച്ചിരുന്നുവെങ്കിലും ഈ തോടും വറ്റി തുടങ്ങിയിരിക്കുന്നു. കൃഷിക്കാവശ്യമായ വെള്ളം എങ്ങനെ ലഭ്യമാക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. കുട്ടമത്ത് കുളത്തിൽ വെള്ളമുണ്ടെങ്കിലും മീറ്ററുകൾ അകലെയുള്ള വയലിലേക്ക് ഇവിടെ നിന്നും വെള്ളമെത്തിക്കാൻ പ്രയാസമാണ്. പാതി വളർന്ന നെൽച്ചെടികൾ കരിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് ഈ വർഷത്തെ നെൽകൃഷി മാറുമെന്ന് അവർ ഭയപ്പെടുന്നു. KPSTA പ്രഥമ കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. KPSTA പ്രഥമ കാസർഗോഡ് ജില്ലാ സമ്മേളനമാണ് കാസർഗോഡ് നഗരസഭാ ഹാളിൽ സമാപിച്ചത്. KPCC ജനറൽ സെക്രട്ടറി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ചാ വിഷയമായി. സമ്മേളനത്തോടനുബന്ധിച്ച് KPSTA ശക്തി പ്രകടനവും സംഘടിപ്പിച്ചു.
പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമ്മേളനം സമാപിച്ചത്. പുതിയ ജില്ലാ പ്രസിഡന്റായി ടി ധനഞ്ജയനെയും സെക്രട്ടറിയായി കുഞ്ഞിക്കണ്ണൻ കരിച്ചേരിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു. കത്തുന്ന വെയിലിൽ നഗരയാത്രികർക്ക് ദാഹജലമൊരുക്കി നോർത്ത് പുഞ്ചാവി ഉസ്വയുടെ പ്രവർത്തകർ. ഉസ്വയുടെ 15ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് നഗരത്തിൽ സംഭാര വിതരണം നടത്തിയത്. വേനൽ ചൂടിൽ നഗരയാത്രികർക്ക് ദാഹജലമൊരുക്കി നോർത്ത് പുഞ്ചാവി ഉസ്വയുടെ പ്രവർത്തകർ. ഉസ്വയുടെ 15ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിലെ യാത്രികർക്ക് സംഭാരവുമായാണ് പ്രവർത്തകർ എത്തിയത്. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് യാത്രികർക്ക് ദാഹജലം വിതരണം ചെയ്തു. ഉസ്വയുടെ സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായാണ് ദാഹജലം വിതരണം ചെയ്തത്. വാർഡ് കൗൺസിലർ ഹസൈന ദാഹജല വിതരണം ഉദ്ഘാടനം ചെയ്തു. ഉസ്വ പ്രസിഡന്റ് MP നൌഷാദ്, സെക്രട്ടറി KP നദീർ, ട്രഷറർ സിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. സുർലു ഗണേശ ഭജന മന്ദിരത്തിന്റെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു. വാർഷികത്തിന്റെ ഭാഗമായി ശ്രീഗണേശന്റെ നൂതന രചിത രേഖാചിത്ര പ്രതിഷ്ഠയും നടന്നു. ഫെബ്രുവരി 4-ന് ആരംഭിച്ച സുർലു ഗണേശ ഭജന മന്ദിരത്തിന്റെ 60ാം വാർഷിക പരിപാടിയുടെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ഗണപതി ഹോമത്തോടെ നടന്ന ചടങ്ങിൽ ശ്രീഗണേശന്റെ നൂതന രചിത രേഖാചിത്ര പ്രതിഷ്ഠയും നടന്നു. വിവിധ സാംസ്കാരിക പരിപാടികളും വാർഷികത്തിന്റെ ഭാഗമായി നടന്നു. സുധാകര കോട്ടക്കുഞ്ചത്തായുടെ നേതൃത്വത്തിൽ ഹരികഥാ സത്സംഗം കൂടാതെ ഭജന, മഹാപൂജ തുടങ്ങിയ പരിപാടികളും നടന്നു. സത്യനാരായണ പൂജയും നാഗത്തമ്പില തുടങ്ങി വിവിധങ്ങളായ പരിപാടികളും വരും ദിവസങ്ങളിൽ നടക്കും. ഫെബ്രുവരി 9-ന് വാർഷികോത്സവത്തിന് സമാപനമാകും. ബുദ്ധിവികാസ പരിമിതിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണവുമായി സിമെറ്റ് കേരള കാഞ്ഞങ്ങാട് മഹാകവി P മെമ്മോറിയലിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. ബുദ്ധിവികാസ പരിമിതിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്കായാണ് ഏകദിന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. സിമാറ്റ് കേരളയുടെ നേതൃത്വത്തിലായിരുന്നു ക്ലാസ് നടന്നത്. മഹാകവി P മെമ്മോറിയൽ ഹാളിൽ നടന്ന ക്ലാസ് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ അധ്യക്ഷനായി. സിമാറ്റ് കേരള ഡയറക്ടർ ഡോക്ടർ PA ഫാത്തിമ, സുരേഷ് കുമാർ EK, PV കൃഷ്ണകുമാർ, KP പ്രകാശ് കുമാർ, MP സുബ്രഹ്മണ്യൻ, ഡോക്ടർ MG രമാദേവി, സജീവ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഖാദിസിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ജില്ലാ പ്രചരണ സമ്മേളനം ഫെബ്രുവരി 8-ന് അണങ്കൂരിൽ സംഘടിപ്പിക്കും. ഫെബ്രുവരി 17 മുതൽ 19 വരെ കൊല്ലം ഖാദിസിയ നഗറിൽ നടക്കുന്ന ഖാദിസിയ സമ്മേളനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊല്ലം ഖാദിസിയ സമ്മേളന പ്രചരണാർത്ഥം ഉച്ചയ്ക്ക് ഖാദിസിയ സ്ഥാപന സന്തതികളുടെ സംഗമം നടക്കും. വൈകിട്ട് പ്രചരണ സമ്മേളനത്തിൽ SYS ജില്ലാ പ്രസിഡന്റ് സയ്യിദ് PS ആറ്റക്കോയ തങ്ങൾ ബാഹസൻ അധ്യക്ഷത വഹിക്കും. സമസ്ത വൈസ് പ്രസിഡന്റ് M ആലിക്കുഞ്ഞി മുസ്ലിയാർ ഷിറിയ ഉദ്ഘാടനം ചെയ്യും. SSF സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നൈമി മുഖ്യപ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഖാദിസിയ എന്ന് പറയുന്ന ഒരു ബഹുമുഖ സ്ഥാപനത്തിൻ്റെ 23ാം വാർഷിക മഹാസമ്മേളനം ഈ വരുന്ന ഫെബ്രുവരി 17, 18, 19 തീയതികൾ നടക്കുകയാണ്. അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഓരോ ജില്ലകൾ തോറും നടന്നു വരുമ്പോൾ അതിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലും ഒരു പ്രചരണ കൺവെൻഷൻ
ഫെബ്രുവരി 8-ാം തീയതി ബുധനാഴ്ച അണങ്കൂരിൽ നടക്കുകയാണ്. വാർത്താസമ്മേളനത്തിൽ അബ്ദുൽ ഹമീദ് മൗലവി ആലമ്പാടി, പാത്തൂർ മുഹമ്മദ് സഖാഫി, അബ്ദുൽ ഖാദർ സഖാഫി, ജാഫർ സാദിഖ് ആവളം, അബ്ദുൾ റസാഖ് സഖാഫി തുടങ്ങിയവർ പങ്കെടുത്തു. പരപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് തുടങ്ങി. പഞ്ചായത്തിലെ വാർഡുകളിൽ ക്ലസ്റ്റർ അടിസ്ഥാനത്തിലായിരുന്നു പച്ചക്കറി കൃഷി. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ 1-ാം വാർഡിൽ വനിതാ ക്ലസ്റ്റർ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പാണ് കഴിഞ്ഞ ദിവസം നടന്നത്. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ വി സുധാകരൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ 117ഓളം ക്ലസ്റ്ററുകൾ. ഒരു ക്ലസ്റ്ററിൻ്റെ ധനസഹായം എന്ന് പറഞ്ഞാൽ 48,250 രൂപയാണ്. അതിൽ ജൈവ വളങ്ങളുണ്ട്, കുമ്മായമുണ്ട്, വിത്തുണ്ട്, അതുപോലെ തന്നെ മനുഷ്യാധ്വാനമുണ്ട്. ഇതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് 48,250 രൂപ ഒരു ക്ലസ്റ്ററിന് നമ്മൾ വിഹിതം കൊടുക്കും. പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2016-2017 വാർഷിക ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ പച്ചക്കറി കൃഷി നടത്തിയത്. 17 ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് പഞ്ചായത്തിലെ ഓരോ വാർഡിലും 1 ഹെക്ടർ സ്ഥലത്തായിരുന്നു കൃഷി. 9 വനിതാ ക്ലസ്റ്ററുകളും 8 ജനറൽ ക്ലസ്റ്ററുകളുമാണ് പച്ചക്കറി കൃഷിയിൽ ഏർപ്പെട്ടത്. പഞ്ചായത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയായിരുന്നു മുഴുവൻ ക്ലസ്റ്ററുകളിലും പച്ചക്കറി കൃഷി നടത്തിയത്. പഞ്ചായത്തിലെ 1-ാം വാർഡിലെ വനിതാ ക്ലസ്റ്റർ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പിൽ പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ എലിസബത്ത്, കൃഷി ഓഫീസർ ഡി സുമ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ജയപ്രകാശൻ നമ്പ്യാർ, കൃഷി അസിസ്റ്റന്റ് കെ ബിന്ദു, വാർഡ് സമിതി കൺവീനർ എ കെ കുഞ്ഞിക്കണ്ണൻ, ADS പ്രസിഡന്റ് അനിത, സെക്രട്ടറി പ്രേമലത എന്നിവർ സംബന്ധിച്ചു. എസ് ശ്യാമള പ്രസിഡന്റും എ കാർത്തിയായനി സെക്രട്ടറിയുമായുള്ളതാണ് 1-ാം വാർഡിലെ വനിതാ ക്ലസ്റ്റർ. പ്രധാന വാർത്തകൾ വീണ്ടും. കഞ്ചാവുമായി എത്തിയ തിരുവനന്തപുരം സ്വദേശിയെ എക്സൈസ് സംഘം പിടികൂടി. കുമ്പള റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും പിടികൂടിയ പ്രതിയിൽ നിന്നും 19 കിലോ കഞ്ചാവ് പൊതികൾ പിടിച്ചെടുത്തു. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നു. പകർച്ചവ്യാധി ഭീഷണിയിൽ മഞ്ചേശ്വരം തുമിനാട് കോളനി നിവാസികൾ. നുള്ളിപ്പാടി ഗവൺമെന്റ് UP സ്കൂൾ 100ന്റെ നിറവിൽ. വാർഷികത്തിന്റെ ഭാഗമായി വിദ്യാലയ വികസന സെമിനാർ സംഘടിപ്പിച്ചു. തങ്ങളുപ്പാപ്പ ഉറൂസിന് ഫെബ്രുവരി 8-ന് തുടക്കമാകും. നെല്ലിക്കുന്ന് മുഹൈദ്ദീൻ ജമാഅത്ത് പള്ളിയിൽ നടക്കുന്ന ചടങ്ങിൽ 10,000 പങ്കെടുക്കും. കാഞ്ഞങ്ങാട് ബീവറേജ് കോർപ്പറേഷൻ മദ്യവിൽപ്പനശാല പടന്നക്കാട്ടേക്ക് മാറ്റുന്നതിനെതിരെ പ്രതിഷേധം രൂക്ഷമാകുന്നു. ദൂരപരിധി ലംഘിച്ചെന്ന് നാട്ടുകാർ. കാലവർഷവും തുലാമഴയും ചതിച്ചു. ചെറുവത്തൂരിലും കയ്യൂർ ചീമേനിയിലും നെൽകൃഷി വ്യാപകമായി നശിക്കുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.